ഹായ് ഓൾ, എല്ലാവർക്കും അനന്ത IASന്റെ സ്പോട്ട്ലൈറ്റ് സീരീസിലോട്ടേക്ക് സ്വാഗതം. നമ്മൾ ഈ സീരീസിൽ PYQ ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ അനാലിസിസും ആയിരിക്കും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള 5 PYQ ക്വസ്റ്റ്യൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള തീംസും കാര്യങ്ങളുമാണ്. സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which among the following steps is most likely to be taken at the time of an economic recession? ഇക്കണോമിക് റിസെഷനെ പറ്റിയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് ഇക്കണോമിക് റിസെഷൻ? നമ്മൾ ടെക്നിക്കൽ ടേംസിൽ പറയുവാണെങ്കിൽ 2 കോൺസിക്യൂട്ടീവ് ക്വാർട്ടേഴ്സിൽ നമ്മുടെ GDP ഡിക്ലൈൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എക്കണോമിക് റിസെഷൻ എന്ന് ടെക്നിക്കലി പറയുക. ആൻഡ് നമ്മൾ ഒരു ലേമാൻ്റെ വേർഡ്സിൽ പറയുവാണെങ്കിൽ എക്കണോമിക് റിസെഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റി കുറയുകയാണ്. അതായത് മണി സർക്കുലേഷൻ നമ്മുടെ എക്കണോമിയിൽ കുറയാണ്. ആളുകളൊന്നും മണി സ്പെൻഡ് ചെയ്യുന്നില്ല. സ്പെൻഡ് ചെയ്യാൻ ആളുകളുടെ കയ്യിൽ പൈസ ഇല്ല. അത് കാരണം ട്രേഡ്, ബിസിനസ് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. ഈ ഒരു അവസ്ഥയാണ് എക്കണോമിക് റിസെഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷൻസിലോട്ടേക്ക് നോക്കാം. ഒരു റിസെഷൻ വന്നാൽ ഇതിൽ ഏതായിരിക്കും മോസ്റ്റ് ലൈക്ലി ടു ബി ടേക്കൺ? 1. Cutting tax rates accompanied by increasing interest rate. B. Increase in expenditure on public projects. C. Increasing tax rates accompanied by reduction of interest rate. D. Reduction of expenditure on public project. ഇതിലെ എയും സിയും ബിയും ഡിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്റ്റിംഗ് ആണ്. അതായത് ഒരെണ്ണത്തിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേത്. ഇപ്പം എ കട്ട് ഇൻ ടാക്സ് റേറ്റ്സ് ആണെങ്കിൽ സിയിൽ പറയുന്നത് ഇൻക്രീസ് ഇൻ ടാക്സ് റേറ്റ്സ് ആണ്. ദെൻ അക്കമ്പനീഡ് ബൈ എയില് ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് എന്നും സിയിൽ അക്കമ്പനീഡ് ബൈ റിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നും. ആദ്യം നമുക്ക് ഇത് രണ്ടും നോക്കാം. ഞാൻ പറഞ്ഞു എക്കണോമിക് റിസെഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കണോമിയിൽ മണി കുറവാണ്, സർക്കുലേഷൻ കുറവാണ്, നമ്മുടെ സ്പെൻഡിങ് കുറവാണ്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? മണി ഇൻജെക്ട് ചെയ്യാൻ നമ്മുടെ എക്കണോമിയിലോട്ടേക്ക്. ആൻഡ് ഗവൺമെന്റ് ഓൾസോ അതിനെ എൻകറേജ് ചെയ്യും ഫിസ്ക്കൽ പോളിസിയിലൂടെ. സോ എ നോക്കാം. കട്ടിംഗ് ടാക്സ് റേറ്റ്സ് അക്കമ്പനീഡ് ബൈ ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. കട്ടിംഗ് ടാക്സ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 50 രൂപ ടാക്സ് കൊടുക്കുന്ന സ്ഥലത്ത് 20 രൂപയാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. സോ ആ സമയത്ത് ഒബ്വിയസ്ലി ഇപ്പൊ നമ്മുടെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 50 രൂപയായിരുന്നു ടാക്സ് കൊടുത്തിരുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ 50 രൂപ ഇനി ബാക്കി ഉണ്ടാവുള്ളൂ സ്പെൻഡ് ചെയ്യാൻ. പക്ഷെ ഇപ്പൊ നമ്മൾ 20 രൂപയാണ് ടാക്സ് കൊടുക്കുന്നത്. 100-ന് 20 കൊടുത്താൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ 80 രൂപയുണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട്. സോ നമുക്ക് ആദ്യം നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ മണി ഉണ്ട്, എക്കണോമിയിൽ മണി സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. ബട്ട് ഇറ്റ്സ് അക്കമ്പനീഡ് ബൈ ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മുടെ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിലുള്ള ഇൻകം നമ്മളെടുത്ത് എന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. സോ ദാറ്റ് ഇൻട്രസ്റ്റ് കൂടി നമുക്ക് കൂടുതൽ റിട്ടേൺ വരുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും മണി സപ്ലൈ കുറയും, മണി സർക്കുലേഷൻ കുറയും. അപ്പോ എന്ത് ചെയ്യും? എക്കണോമിക് റിസെഷൻ ആ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. കാരണം മണി സർക്കുലേഷൻ കുറയാണ് ചെയ്യുന്നത്, വീണ്ടും കുറയാണ് ചെയ്യുന്നത്. സോ എ എന്ന് പറഞ്ഞാൽ ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ അല്ല. ആൻഡ് കമ്മിങ് ടു സി, എയുടെ ഓപ്പോസിറ്റ് ആണ്. ഇതും രണ്ടും കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതില് ഇൻക്രീസ് ഇൻ ടാക്സ് റേറ്റ്സ് കൂടിയാൽ പിന്നെ ആളുകളുടെ കയ്യിൽ തീരെ പൈസ ഉണ്ടാവില്ല സ്പെൻഡ് ചെയ്യാൻ. ആൻഡ് അക്കമ്പനീഡ് ബൈ റിഡക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്, അതും കോൺട്രഡിക്റ്റിംഗ് ആണ്. സോ സി എന്ന ഓപ്ഷൻ വരില്ല. ആൻഡ് കമ്മിങ് ടു ബി, ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രോജക്ട്സ്.
സോ നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്കിപ്പോ ഒരു പാലം പണിയണമെങ്കിൽ ആദ്യം കുറച്ച് സ്പേസ് ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും. ആ സ്പേസ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സ്പേസ് ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ നമ്മൾ പൈസ കൊടുക്കണം. ദെൻ നെക്സ്റ്റ് തിങ്, നമുക്ക് പാലം പണിയാൻ വേണ്ടിയിട്ട് സിമന്റ്, കമ്പി, ബ്രിക്സ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങണം. അത് സെക്കൻഡ് വൺ. പിന്നെ ജോലി എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കൂലിയും കൊടുക്കണം. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ, ഗവൺമെന്റിന്റെ കയ്യിലുള്ള പൈസ പബ്ലിക്കിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പബ്ലിക് പ്രോജക്ട്സ് ഫണ്ട് ചെയ്യുന്നതിലൂടെ ഗവൺമെന്റിന്റെ കയ്യിലുള്ള പൈസ ജനങ്ങൾക്ക് ഗവൺമെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ആ സമയത്ത് എന്ത് പറ്റും? മണിയുടെ സർക്കുലേഷൻ കൂടും നമ്മുടെ എക്കണോമിയിൽ. അപ്പൊ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ബി ആണ് ആൻസർ. ബിക്കോസ് ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഈ ബിയുടെ പോലാർ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഡി എന്ന് പറയുന്നത്, റിഡക്ഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ പബ്ലിക് പ്രോജക്ട്. പബ്ലിക് പ്രോജക്റ്റില് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോ എന്ത് പറ്റും? ജനങ്ങളുടെ കയ്യിലോട്ടേക്ക് പൈസ എത്തില്ല. അപ്പൊ സർക്കുലേഷൻ കുറയും. അത് ഒന്നുകൂടി റിസഷനെ എൻഹാൻസ് ചെയ്യും. സോ ഡി ആൻസർ ആവില്ല. നമ്മുടെ ആൻസർ എന്താണ്? ബി ആണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ കുറച്ച് കീ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്. ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ, റിസെഷൻ, സ്റ്റാഗ്ഫ്ലേഷൻ, പിന്നെ നമ്മുടെ ഫിസ്ക്കൽ പോളിസീസ് ആൻഡ് മോണിറ്ററി പോളിസീസ്. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇതിന്റെ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോസ്റ്റ് ലൈക്ലി എക്സാമിൽ ചോദിക്കുക. ഇപ്പോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഏകദേശം അതുപോലെ. And let's move on to the next question. Next question എന്ന് പറയുന്നത്, a decrease in tax to GDP ratio of a country indicates which of the following? 1. Slowing economic growth rate. 2. Less equitable distribution of national income. Tax to GDP ratio കുറഞ്ഞാൽ അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടാക്സ് ടു ജി ഡി പി റേഷ്യോ ആദ്യം എന്താന്ന് നോക്കാം. ടാക്സ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് റവന്യൂ എത്രയാണ്, ജി ഡി പിയുടെ എത്ര പോർഷൻ ആണ് നമ്മുടെ ടാക്സ് റവന്യൂ എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് ആണ് ടാക്സ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി. നമ്മുടെ ജി ഡി പി എന്ന് പറയുന്നത് ഒരു 100 rupees ആണെന്ന് കരുതുക. ആൻഡ് നമ്മൾ ടാക്സ് വഴി കളക്ട് ചെയ്തത് 30 rupees ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാക്സ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുന്നത് 30/100 ആണ്. ഇതാണ് സിമ്പിൾ എക്സാമ്പിൾ ടാക്സ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ലോയിങ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ്. ടാക്സ് ടു ജി ഡി പി റേഷ്യോ കുറയുകയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് റേറ്റ്, കുറയുന്ന എക്കണോമിക് ഗ്രോത്ത് റേറ്റിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ടാക്സ് ടു ജി ഡി പി റേഷ്യോ കുറയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് കുറയാണ് എന്നല്ലേ അതിന്റെ മീനിങ്. അതായത് ടാക്സ് റവന്യൂ ആയിട്ട് ഗവൺമെന്റിന് അധികം വരുമാനം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഗവൺമെന്റിന് ടാക്സ് കിട്ടാത്തത്? കാരണം ജനങ്ങളുടെ കയ്യില് പൈസ ഇല്ല. ജനങ്ങൾ അത്രയും ഏൺ ചെയ്യുന്നില്ല. ടാക്സ് അടയ്ക്കാൻ മാത്രമുള്ള പൈസ ജനങ്ങളുടെ കയ്യിലില്ല. ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? നമ്മുടെ എക്കണോമിയിൽ മണിയുടെ സർക്കുലേഷൻ കുറവാണ്. മണിയുടെ സർക്കുലേഷൻ എക്കണോമിയിൽ കുറവാണ് എന്നുള്ളതിന്റെ മീനിങ് എന്താ? നമ്മുടെ എക്കണോമിക് സ്ലോയിങ് ഡൗൺ ആണ് നടക്കുന്നത്. എക്കണോമിക് ഗ്രോത്ത് റേറ്റ് സ്ലോ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, സ്ലോയിങ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ്, ആ ഓപ്ഷൻ എന്താണ്? ശരിയാണ്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് തിങ് നോക്കാം. ലെസ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. അതായത് ടാക്സ് ടു ജി ഡി പി റേഷ്യോ കുറവാണ് എന്നുള്ളതിന്റെ മീനിങ് നമ്മുടെ നാഷണൽ ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ
ഇക്വിറ്റബിൾ അല്ല എന്നാണ് അത് ഇംപ്ലൈ ചെയ്യുന്നത്. ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടർ ആയിട്ടാണോ ക്വാളിറ്റേറ്റീവ് ഫാക്ടർ ആയിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ടാക്സ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടർ ആണ്. ഈ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ക്വാളിറ്റേറ്റീവ് ഫാക്ടറാണ്. അതായത് എല്ലാവരുടെ ഇടയിലും നമ്മുടെ നാഷണൽ ഇൻകം ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ അല്ലയോ? ഓക്കെ, അപ്പോ അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. സോ നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. നമുക്ക് ഒരിക്കലും നമ്മുടെ ടാക്സ് കളക്ഷൻ കുറവാണെന്ന് വെച്ചിട്ട് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ അല്ല ലെസ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പറയാൻ പറ്റില്ല. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ടാക്സ് കളക്ഷൻ വെച്ചിട്ട്. ബിക്കോസ് ടാക്സ് കളക്ഷൻ കുറയാൻ പല റീസൺസും ഉണ്ട്. ഇൻ കേസ് നമ്മുടെ ഇൻകം ഇക്വിറ്റബിൾ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടഡ് എങ്കിലും നമ്മളുടെ ഗവൺമെന്റ് ടാക്സ് കളക്ട് ചെയ്യുന്ന രീതി ഇൻഎഫിഷ്യന്റ് ആണെങ്കിൽ നമ്മുടെ ടാക്സ് ടു ജി ഡി പി റേഷ്യോ ഒബ്വിയസ്ലി കുറഞ്ഞിരിക്കും. ആൻഡ് അതൊരു ഫാക്ടർ. പിന്നെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ഇൻകത്തിന്റെ ഇക്വിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ മെഷർ ചെയ്യാൻ നമുക്ക് ഓൾറെഡി ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അതാണ് ജിനി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഈ ജിനി കോഎഫിഷ്യന്റ് വെച്ചിട്ട് നമുക്ക് പറയാം എത്രത്തോളം ഈക്വലി നമ്മുടെ വെൽത്ത് സൊസൈറ്റിയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ എ 1 ഓൺലി ആണ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാൻഡ് റിഫോംസ് ആണ്. വിത്ത് റെഫറൻസ് ടു ലാൻഡ് റിഫോംസ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? ഈ ലാൻഡ് റിഫോംസ് എന്ന് പറയുന്നത് മെയിൻസിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക് ആണ്. 2024 മെയിൻസിലും ഈ ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ലാൻഡ് റിഫോംസിന്റെ ഇമ്പാക്റ്റും അത് എത്രത്തോളം എഫിഷ്യന്റ് ആയിരുന്നു ഓരോ സംസ്ഥാനങ്ങളിലും, അതിന്റെ റീസൺസ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. സോ പ്രിലിംസിനും ലാൻഡ് റിഫോംസ് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോക്കണം. സോ ലാൻഡ് റിഫോംസ് റിലേറ്റഡ് ആയിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്നത് സീലിംഗ് ലോസ് were aimed at ഫാമിലി ഹോൾഡിങ്സ് ആൻഡ് നോട്ട് ഇൻഡിവിജ്വൽ ഹോൾഡിങ്സ്. ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ വശപിശകെന്ന് മനസ്സിലാവും. അതായത് ഫാമിലിക്ക് അധികം ഹോൾഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് വെക്കും, പക്ഷെ ഇൻഡിവിജ്വലിന് എത്ര വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ടേക്ക് നമ്മുടെ അംബാനി ഫാമിലി. അംബാനി ഫാമിലിക്ക് ഇപ്പൊ സപ്പോസ് ഒരു 100 crore കയ്യിൽ വെക്കാൻ പാടുള്ളൂ. ബട്ട് മുകേഷ് അംബാനിക്ക് 100 കോടിയോ 200 കോടിയോ എത്ര വേണമെങ്കിലും കയ്യിൽ വെക്കാം. ഇത് ഞാനിപ്പോ പൈസയുടെ ടേംസിലാണ് സംസാരിച്ചത്, പക്ഷെ അതിനെ നിങ്ങൾ ലാൻഡിന്റെ ടേംസിൽ കാണുക, അല്ലെങ്കിൽ വേണ്ട, ലാൻഡിന്റെ ടേംസിൽ തന്നെ പറഞ്ഞു. മുകേഷ് അംബാനിയുടെ ഫാമിലിക്ക് ഒരു 1 ഏക്കർ കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ. മുകേഷ് അംബാനിയുടെ മൊത്തം ഫാമിലിക്ക് 1 ഏക്കർ ലാൻഡ് മാത്രമേ കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ മുകേഷ് അംബാനിക്ക് 100 ഏക്കറോ 200 ഏക്കറോ എത്ര വേണമെങ്കിലും കയ്യിൽ വെക്കാം. സോ ഇത് രണ്ടും അങ്ങോട്ട് മാച്ച് ആവുന്നില്ലല്ലോ, രണ്ടും ഒരു കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ് പോലെയല്ലേ തോന്നുന്നത്. The ceiling laws were aimed at family holdings and not individual holdings. ഇൻഡിവിജ്വൽ ഹോൾഡിങ്സ് സീൽ ചെയ്യാതെ വെച്ചാൽ ഒബ്വിയസ്ലി നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഫാമിലി ഹോൾഡിങ്സും കൂടും. സോ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ റോങ് ആണ്. ആൻഡ് ബി, the major aim of land reforms was providing agricultural land to all the landless. യെസ്, അത് കറക്റ്റ് ആയിരുന്നു. ഈ ജമീന്ദാർസിന്റെ കയ്യിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത ലാൻഡ് ഇല്ലാത്തവർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിരുന്നു നമ്മുടെ ലാൻഡ് റിഫോമിന്റെ എയിം എന്ന് പറയുന്നത്. സോ ബി ഓപ്ഷൻ കറക്റ്റ് ആണ്. ദെൻ കമ്മിങ് ടു സി,
It resulted in cultivation of cash crops as a predominant form of cultivation. നമ്മുടെ ലാൻഡ് നമ്മൾ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ നടത്തി, ബട്ട് അതിന്റെ മീനിങ് അവര് ക്യാഷ് ക്രോപ്സിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തെന്നാണോ? ഏത് ക്രോപ്പ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യണം, ആ ലാൻഡിന് എന്തിനു ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ കിട്ടിയ ആൾക്കാരുടെ ചോയ്സ് ആണ്. സോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇറ്റ് റിസൾട്ടഡ് ഇൻ കൾട്ടിവേഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ് എന്ന്. സോ ഈ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ അതുകൊണ്ട് റോങ് ആണ്. ബട്ട് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ടിവിറ്റി കൂടി, അത് കറക്റ്റ് ആണ്. പക്ഷേ കൾട്ടിവേഷൻ ഓഫ് ക്യാഷ് ക്രോപ്സ് ആസ് എ പ്രീഡോമിനന്റ് ഫോം അത് നടന്നിട്ടില്ല. ആൻഡ് ഡി, ലാൻഡ് റിഫോംസ് പെർമിറ്റഡ് നോ എക്സംഷൻസ് ടു ദ സീലിംഗ് ലിമിറ്റ്സ്. ഈ ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എ ഓപ്ഷനുമായിട്ട് കോൺട്രഡിക്റ്റിംഗ് ആണ്. അതായത് ഇവിടെ ഈ എ ഓപ്ഷനിൽ പറയുന്നുണ്ട് ഇൻഡിവിജ്വൽ ഹോൾഡിങ്സിന് സീലിംഗ് ഇല്ല, ബട്ട് ഫാമിലി ഹോൾഡിങ്സിന് സീലിംഗ് ഉണ്ട്. അപ്പോ ഡി നോക്കിയേ, ലാൻഡ് റിഫോംസ് പെർമിറ്റഡ് നോ എക്സംഷൻസ് ടു ദ സീലിംഗ് ലിമിറ്റ്സ്. സോറി, നമ്മുടെ ഡിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ലാൻഡ് റിഫോംസ് പെർമിറ്റഡ് നോ എക്സംഷൻസ് ടു ദ സീലിംഗ് ലിമിറ്റ്സ് എന്നാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. നോ എക്സംഷൻസ് എന്നാണ് പറയുന്നത്. ബട്ട് ചില സർട്ടൻ കേസിൽ നമ്മുടെ സീലിംഗ് ലിമിറ്റ്സിൽ എന്താ പറയാ, ഗവൺമെന്റ് എക്സെപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓപ്ഷൻ ഡി എടുത്ത് കളയാം. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ബി ആണ്. The major aim of land reforms was providing agricultural land to all the landless people. And നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സർവീസ് ഏരിയ അപ്രോച്ച്, അത് റിലേറ്റഡ് ആണ്. സർവീസ് ഏരിയ അപ്രോച്ച് വാസ് ഇംപ്ലിമെന്റഡ് അണ്ടർ ദ പെർവ്യൂ ഓഫ് ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, ലീഡ് ബാങ്ക് സ്കീം, Mahatma Gandhi National Rural Employment Guarantee Scheme, National Skill Development Scheme. ഇതില് ഈ സർവീസ് ഏരിയ അപ്രോച്ച് ഇതെന്ന് പറയുന്നത് ലീഡ് ബാങ്ക് സ്കീം ആണ് ഇതിന്റെ ആൻസർ. ഇത് ലീഡ് ബാങ്ക് സ്കീമിന്റെ ഒരു അപ്രോച്ച് ആണ് നമ്മുടെ സർവീസ് ഏരിയ അപ്രോച്ച് എന്ന് പറയുന്നത്. അവർ സ്വീകരിച്ച ആ ഒരു മെത്തഡോളജിയാണ്, ലീഡ് ബാങ്ക് സ്കീമിൽ അവർ സ്വീകരിച്ച ആ ഒരു മെത്തഡോളജിയാണ് സർവീസ് ഏരിയ അപ്രോച്ച് എന്ന് പറയുന്നത്. ലീഡ് ബാങ്ക് സ്കീമിന്റെ എയിം എന്താന്ന് വെച്ചാൽ നമ്മുടെ റൂറൽ ഏരിയസിലോട്ടേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് അവിടെ ക്രെഡിറ്റും ബാങ്കിങ് പ്രോസസ്സും ഇൻക്രീസ് ചെയ്യുക. അതാണ് ലീഡ് ബാങ്ക് സ്കീമിന്റെ എയിം എന്ന് പറഞ്ഞാൽ. റൂറൽ എക്കണോമിയിലോട്ടേക്ക് പെനിട്രേറ്റ് ചെയ്ത് അവിടെ ബാങ്കിങ് ആക്ടിവിറ്റീസ് ഒക്കെ കൂട്ടുക, അതിനെ എൻഹാൻസ് ചെയ്യിക്കുക, അതാണ്. അതിൽ തന്നെ ഈ സർവീസ് ഏരിയ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു മെത്തഡോളജിയാണ്. അതായത് ഓരോ കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ ഓരോ റൂറൽ ബാങ്കും ഒരു ബ്രാഞ്ച് റൂറൽ ഏരിയയിലോ സെമി അർബൻ ഏരിയയിലോ ലൊക്കേറ്റ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ബാങ്കിന്റെയോ RRBയുടെയോ ബ്രാഞ്ചിന്റെ കീഴിൽ 15 to 25 വരെയുള്ള വില്ലേജസിനെ സെർവ് ചെയ്യുക, അവർക്ക് ബാങ്കിങ് സർവീസസ് കൊടുക്കുക. അതിനെയാണ് ഈ സർവീസ് ഏരിയ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഓരോ ഗ്രാമത്തിനും അവരുടെ ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ബാങ്കിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് സർവീസ് ഏരിയ അപ്രോച്ച്. ആ പേരിൽ തന്നെയുണ്ട് സർവീസ്, ഗ്രാമങ്ങൾക്ക് സർവീസ് കൊടുക്കുക. ആൻഡ് ഈ ഒരു സർവീസ് ഏരിയ അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഈ ഒരു മെത്തഡോളജി പ്ലാൻ റെക്കമെൻഡ് ചെയ്തത് DR ഗാഡ്ഗിൽ സ്റ്റഡി ഗ്രൂപ്പാണ്. ഈ ഡോക്ടർ DR ഗാഡ്ഗിൽ കമ്മിറ്റി മറ്റു പല റെക്കമെൻഡേഷനും കൊടുത്തിട്ടുണ്ട്.
അതിൽ അത് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്ന് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഷുഡ് പ്രൊവൈഡ് ഇന്റഗ്രേറ്റഡ് ബാങ്കിങ് ഫെസിലിറ്റീസ് ഇൻ അൺബാങ്ക്ഡ് ഏരിയാസ്. അതായത് ബാങ്കിങ് ഇല്ലാത്ത ഏരിയാസിൽ ബാങ്കിങ് സൗകര്യങ്ങൾ കൊടുക്കുക. പിന്നെ സർവീസ് ഏരിയ അപ്രോച്ച്, അതാണ് നമ്മുടെ സെക്കൻഡ് തിങ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ അഗ്രികൾച്ചർ, അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ്സ് കൊടുക്കുക. പിന്നെ ഈ സ്കീം ഇംപ്ലിമെന്റേഷൻ ആയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയ ഏരിയ എന്ന് പറഞ്ഞാൽ, ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഏറ്റവും ചെറിയ ജോഗ്രഫിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്റ്റ് ആണ്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് DR ഗാഡ്ഗിൽ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. ആൻഡ് നരിമാൻ കമ്മിറ്റി എന്ന് പറഞ്ഞ RBI അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് ഇത്, ഈ ഒരു സ്കീം ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻഡോസ് ചെയ്തത്. സോ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ഇനി വരുന്ന ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഈ DR ഗാഡ്ഗിൽ കമ്മിറ്റി അതെന്ത് റിലേറ്റഡ് ആണെന്ന് ചോദിക്കാം. കാരണം ലീഡ് ബാങ്ക് സ്കീം ഓൾറെഡി ചോദിച്ചതുകൊണ്ട്, പിന്നെ ഈ നരിമാൻ കമ്മിറ്റിയെ പറ്റിയിട്ടും ചോദിക്കാം. സോ നിങ്ങൾ ഇത് റിലേറ്റഡ് ആയിട്ടൊരു നോട്ട് ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ ഈ ലീഡ് ബാങ്ക് സ്കീമിന്റെ ഒബ്ജക്റ്റീവ്സും ഇതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ലീഡ് ബാങ്കിങ്ങിനെ കുറിച്ചിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്, ബട്ട് മെയിൻസിൽ വേണമെങ്കിൽ ചോദിക്കാം. ഈവൻ ദോ ഇതൊരു പഴയ ഇനീഷ്യേറ്റീവ് ആണ്, ബട്ട് ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. സോ മെയിൻസ് പെർസ്പെക്റ്റീവില് ഈ ലീഡ് ബാങ്ക് സ്കീമിന്റെ ഈ ഒബ്ജക്റ്റീവ്സും കൂടി നിങ്ങളൊന്ന് നോക്കുക. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അൺബാങ്ക്ഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട്, അതിനെ ബാങ്കിങ് പ്രോസസ്സിലോട്ടേക്ക് കൊണ്ടുവരിക. ആക്ച്വലി ഈ ലീഡ് ബാങ്കിങ്ങിന്റെ റെലവൻസ് ഇപ്പൊ കുറവാണ്, ബിക്കോസ് നമുക്കിപ്പം ബാങ്കിങ് ഒക്കെ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്, സുഗമമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ഓൺലൈൻ ബാങ്കിങ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ബട്ട് എന്നാലും UPSC എന്ത് ചോദിക്കുന്നു നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് നോക്കി വെക്കുക, ഇതിന്റെ ഒബ്ജക്റ്റീവ്. പിന്നെ റീജിയണൽ ഇംബാലൻസസ് കുറയ്ക്കാൻ അതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബാങ്കിങ് ഫെസിലിറ്റീസ് അൺബാങ്ക്ഡ് ഏരിയാസിലോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. പിന്നെ എക്കണോമിക്കലി വയബിൾ ആയ ടെക്നിക്കലി ഫീസിബിൾ ആയിട്ടുള്ള സ്കീംസിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഫണ്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ബാങ്കിങ് സെക്ടറിൽ കുറച്ച് റിഫോംസ് ഒക്കെ കൊണ്ടുവന്ന് അതിനെ സ്ട്രക്ചറലി ചേഞ്ച് ചെയ്യുക. പിന്നെ നമ്മുടെ നോൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒരു കോപ്പറേഷൻ അത് ബിൽഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ലീഡ് ബാങ്ക് സ്കീമിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയും. ആൻഡ് നമ്മുടെ ഇന്നത്തെ സെഷനിലെ ഫൈനൽ ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ which one of the following is responsible for maintaining price stability by controlling the inflation? ആൻഡ് ഇത് 2022 പ്രിലിംസിൽ ചോദിച്ചതാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു ഇതിൽ തന്നെ പറയുന്നുണ്ട്, അവരുടെ ആ ഒരു ഡോക്യുമെന്റിൽ തന്നെ പറയുന്നുണ്ട്, അവരുടെ എയിം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറയ്ക്കുക, ഗ്രോത്ത് കൂട്ടുക, ഇതിനെ രണ്ടിനെയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എയിം എന്ന് അവരുടെ ചാർട്ടറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇത് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നമ്മൾ മറ്റു ഓപ്ഷൻസിനെ ഒന്ന് അനലൈസ് ചെയ്യാം. അതില് ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആണ്. ഇതില് പേരിൽ തന്നെയുണ്ട് കൺസ്യൂമർ അഫയേഴ്സ്. കൺസ്യൂമറിന്റെ ഗ്രീവറൻസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് മാനേജ് ചെയ്യുന്ന റോളാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഡീൽ ചെയ്യുന്നത്. ആൻഡ് അത് മോണിറ്റർ ചെയ്യുന്നത് നമ്മുടെ റീറ്റെയിൽ പ്രൈസസ് ഒക്കെയാണ്. ആൻഡ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ ഒരു ഡിറക്റ്റ് റോള് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിനില്ല. ജസ്റ്റ് നമ്മുടെ റീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് മോണിറ്റർ ചെയ്യും, അതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സിന്റെ റോള്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ് കമ്മീഷൻ. ഈ കമ്മീഷൻ നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കണം, കാരണം 2024 ഈ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്.
ആൻഡ് ഇതിന്റെ എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഗവൺമെന്റ് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നത്, ആ എക്സ്പെൻഡിച്ചർ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് പ്ലാൻ നടത്തുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ സബ്സിഡീസിന്റെ റാഷണലൈസേഷൻ, പിന്നെ കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സ്പെൻഡിങ് മെത്തേഡ്സ്, ഇതൊക്കെ ഗവൺമെന്റിന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും ഒക്കെയാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. സോ അവരും നമ്മുടെ ഇൻഫ്ലേഷൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ഡീലും ഇല്ല. ഫിസിക്കൽ റിഫോംസ് ഉണ്ട്, ബട്ട് ഇൻഫ്ലേഷൻ ആയിട്ട് കുറച്ച് എന്താ പറയാ, അവരുടെ ഫങ്ഷൻ റിലേറ്റഡ് ടു ഫിസിക്കൽ റിഫോംസ് ആണ്. ബട്ട് ഡയറക്ട്ലി ഈ എക്സ്പെൻഡിച്ചർ മാനേജ്മെന്റ് കമ്മീഷന്റെ ഫങ്ഷൻ ഇൻഫ്ലേഷൻ ആയിട്ട് റിലേറ്റഡ്. ദെൻ നമ്മുടെ ഫൈനൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ, FSDC. ഇതെന്ന് പറയുന്നത് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആൻഡ് ഇതിന്റെയും എയിം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ അത് വരുമ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി തോന്നാം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ഇൻഫ്ലേഷൻ കൺട്രോളിങ് ഫാക്ടറും വരുന്നില്ലേ എന്ന്. ബട്ട് ഇവര് കൂടുതൽ എന്താ പറയാ, ഇതിനേക്കാളും കൂടുതൽ മാക്രോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതിലാണ് കുറച്ചും കൂടി ഇവര് കാര്യങ്ങള് നോക്കുന്നത്. അല്ലാതെ സ്പെഷ്യലി ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിലല്ല. അതുപോലെ മോണിറ്ററി പോളിസി ടൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യുക, അതൊന്നുമല്ല ഇവരുടെ യഥാർത്ഥ എയിം എന്ന് പറയുന്നത്. ഈ ഒരു കോർഡിനേഷൻ ചെയ്യുക, നമ്മുടെ ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ആക്ടിവിറ്റീസിനെ എൻഹാൻസ് ചെയ്യുക, കുറച്ചും കൂടി ഒരു വലിയ ബിഗ് പിക്ചറിലുള്ള കാര്യങ്ങളാണ്, ഒരു മാനേജേരിയൽ പോലത്തെ റോളിലുള്ള കാര്യങ്ങളാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ. ആ പേരിൽ തന്നെയുണ്ട് ഡെവലപ്മെന്റ് കൗൺസിൽ. അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ നമ്മുടെ FSDC ഡീൽ ചെയ്യുന്നത്. സോ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി വായിക്കുക, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും കൂടി പഠിക്കുക ആൻഡ് റീവിസിറ്റ് ചെയ്യുക. നമ്മൾ ബേസിക്സ് എത്രത്തോളം നമ്മൾ തെറോ ആയിട്ട് പഠിക്കുന്നോ അത് നമുക്ക് എക്സാമിന് എഡ്ജ് തരും. ആൻഡ് ഇക്കണോമി ഓൾസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മുടെ ബൈബിൾ. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നോക്കുക, പഠിക്കുക. ആൻഡ് താങ്ക് യു.